നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തെയോ അല്ലെങ്കിൽ സൗദി അറേബ്യൻ സൈന്യത്തെയോ സമാധാന പാലകരായി വിന്യസിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ശുപാർശ ചെയ്തിരുന്നതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. പുതിയതായി പുറത്തിറങ്ങിയ റെജീം ചേഞ്ച് എന്ന പുസ്തകത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഈ വിവരങ്ങളുള്ളത്. എന്നാൽ വാൻസിന്റെ ഈ നിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർമാരായ മാഗി ഹേബർമാൻ, ജോനാഥൻ സ്വാൻ എന്നിവർ എഴുതിയ ഈ പുസ്തകം ജൂൺ 23 പുറത്തിറങ്ങിയത്. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ നാറ്റോ സഖ്യകക്ഷികളുടെ സേനയെ അയക്കുന്നത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നും അത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഒരു വെടിനിർത്തൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ അല്ലെങ്കിൽ സൗദി അറേബ്യ എന്നിവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള നിർദ്ദേശം വാൻസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നിർദ്ദേശം ട്രംപ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇത്തരം അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളിലേക്ക് സൈന്യത്തെ അയക്കാനോ ഫണ്ട് നൽകാനോ ഇന്ത്യ തയ്യാറാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ട്രംപ് ഈ നിർദ്ദേശത്തെ ചിരിച്ചു തള്ളിയത്. ഇന്ത്യക്കാർ അത് ചെയ്യില്ല, അങ്ങനെയുള്ള ഒന്നിനും അവർ പണം മുടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് ഊഷ്മളവും സൗഹാർദ്ദപരവുമായ വ്യക്തിബന്ധമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുമ്പോഴും ഇത്തരം ആഗോള സൈനിക നീക്കങ്ങൾക്ക് ധനസഹായം നൽകുന്ന പതിവ് ഇന്ത്യക്കില്ലെന്ന് ട്രംപ് തറപ്പിച്ച് പറയുകയും ചെയ്തു. അമേരിക്ക നേരിട്ട് ഇടപെടാത്ത സാഹചര്യത്തിൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ താൻ തയ്യാറാണെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. വിദേശ നയങ്ങളോടുള്ള ട്രംപിന്റെ കച്ചവട കണ്ണോടെയുള്ള സമീപനവും അമേരിക്കൻ സൈന്യത്തെ വിദേശ മണ്ണിൽ വിന്യസിക്കുന്നതിനോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത വിമുഖതയുമാണ് ഈ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യേക പ്രതിനിധി കീത്ത് കെലോഗിന്റെ നേതൃത്വത്തിൽ 2025 ജനുവരി 30 ഓവൽ ഓഫീസിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കിടയിലായിരുന്നു ഇത്തരമൊരു സംഭാഷണം ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപിത നയമായ അമേരിക്ക ഫസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു സമാധാന പദ്ധതിക്ക് ഈ യോഗത്തിൽ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. റഷ്യ പിടിച്ചടക്കിയ യുക്രൈൻ പ്രദേശങ്ങൾക്ക് മേലുള്ള മോസ്കോയുടെ അവകാശവാദങ്ങളെ ഈ പദ്ധതി അംഗീകരിക്കുന്നില്ലെങ്കിലും നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ സൈനിക നീക്കത്തിലൂടെ തിരിച്ചുപിടിക്കുന്നതിൽ നിന്ന് യുക്രൈനെ കർശനമായി തടയുന്നതായിരുന്നു ഈ നിർദ്ദേശം. യോഗത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. സെലൻസ്കി ഒരു മോശം ചർച്ചക്കാരനാണെന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യവും യുക്രൈനാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. റഷ്യയുമായി ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള ബന്ധങ്ങൾ തൽക്കാലം ഒഴിവാക്കാൻ കെലോഗിന് നിർദ്ദേശം നൽകിയ ട്രംപ് മറ്റ് ചില രഹസ്യ സമാന്തര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന സൂചനയും യോഗത്തിൽ പങ്കുവച്ചിരുന്നു. ഇതിനിടെ പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളുടെ CEOമാരുമായി നടത്തിയ മറ്റൊരു കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നികുതി നയങ്ങൾക്കെതിരെ ട്രംപ് അന്ന് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ 175% വരെ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്നതിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കാൻ തയ്യാറാകാത്ത കമ്പനികൾ വലിയ തോതിലുള്ള നികുതി ഭാരം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുമ്പോഴും അന്താരാഷ്ട്ര കരാറുകളിലോ പ്രതിരോധ കൂട്ടായ്മകളിലോ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ഇന്ത്യ മടി കാണിക്കുന്നുവെന്ന് പൊതുവായ അതിർത്തിയും ട്രംപ് മറച്ചുവെച്ചില്ല. ആഗോളതലത്തിൽ പുതിയ സമാധാന പങ്കാളികളെ കണ്ടെത്താനുള്ള JD വാൻസിന്റെ ശ്രമങ്ങളും എന്നാൽ ഇന്ത്യയുടെ പങ്കിനെ പാടെ നിരസിക്കുന്ന ട്രംപിന്റെ നിലപാടും തമ്മിലുള്ള വലിയൊരു വിയോജിപ്പാണ് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. സഖ്യകക്ഷികൾ ആഗോള സുരക്ഷയിൽ കൂടുതൽ ഉത്തരവാദിത്വവും സാമ്പത്തിക ബാധ്യതയും ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ തന്നെ വിദേശത്തെ ചെലവേറിയ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ മാറ്റി നിർത്തുക എന്ന ട്രംപിന്റെ നയം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട്. യൂറോപ്യൻ സുരക്ഷാ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഇന്ത്യക്കുള്ള പരിമിതികളും നയതന്ത്രത്തിലും വ്യാപാരത്തിലും ട്രംപ് പുലർത്തുന്ന ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും അടിവരയിടുന്നതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ.